എന്നാൽ രാഹുൽ കെ വി നമുക്ക് പോകേണ്ട. രാഹുൽ, ഇനി 13 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ടൊരു ജില്ലയാണല്ലോ. LDFിന് വലിയ മേധാവിത്വമുള്ള, കോൺഗ്രസിന് സമീപകാലത്ത് ആരെയും വിജയിപ്പിക്കാൻ കഴിയാത്ത ജില്ലയാണ്. ലീഗിന്റെ പ്രതിനിധി മാത്രമാണ് സാധാരണ നിലയിൽ തുടർച്ചയായി കേരള നിയമസഭയിൽ UDFിന്റെ ബെഞ്ചിൽ ഇരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുക. അപ്പോൾ LDFിന് ഭരണത്തുടർച്ചയെങ്കിൽ ഏറ്റവും വലിയ പിന്തുണ കോഴിക്കോട്ട് നിന്നാണ് ഉണ്ടാകേണ്ടത്. കോഴിക്കോട്ടെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ? ഏതൊക്കെ മണ്ഡലങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ശക്തമായ മത്സരത്തിലേക്ക് എത്തുന്നത് ഈ പ്രചാരണ ഘട്ടത്തിൽ? രതീഷ്, തീർച്ചയായും ദിവസങ്ങൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെയും തെരഞ്ഞെടുപ്പ് ചൂട് പോരാട്ടം അത് കനത്ത് തന്നെ വരികയാണ്. ആകെ 13 മണ്ഡലങ്ങളാണ്. LDF അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ശക്തമായ അടിത്തറ നൽകിയത് കോഴിക്കോട് ജില്ല തന്നെയാണ്. 11-2 എന്നതാണ് LDF UDFിൻ്റെ നിലവിലുള്ള കണക്ക്. ഏതായാലും ഇതിൽ മാറ്റം വരുത്തുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് UDFിൻ്റെ പ്രചാരണം ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരിച്ചു പിടിച്ചെടുക്കുമെന്ന് അവകാശപ്പെടുന്ന അനവധി മണ്ഡലങ്ങളുണ്ട്. ഏതായാലും 98 സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെ ജനവിധി തേടുന്നത്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ അപരന്മാരുടെ ശല്യമുണ്ടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ചേർത്ത് 98 പേരാണ്. കൊടുവള്ളിയിലാണ് ഏറ്റവും അധികം, 11 സ്ഥാനാർത്ഥികളുണ്ട്. ഏറ്റവും കുറവ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ്. അവിടെ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ്. LDF UDF NDA സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെയും ഇതുപോലൊരു മണ്ഡലം, അതായത് 3 മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ചുരുക്കം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം സൗത്ത് എന്നതുകൂടിയാണ്. ഒപ്പം തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ് എന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം മാധ്യമങ്ങളെ കണ്ടിരുന്നു. MK മുനീർ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് എന്നാണ് CPM മുന്നോട്ട് വെക്കുന്നൊരു വിഷയം. അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വിഷയം കൂടുതൽ സജീവമാക്കുക എന്ന ഇടതുപക്ഷം ലക്ഷ്യമിടുന്നു എന്ന ഒരു സൂചനയാണ് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാരണം അടിസ്ഥാനപ്പെടുത്തിയല്ല മുസ്ലിം ലീഗ് സീറ്റ് നൽകാതിരുന്നത്. കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് പിന്നിൽ എന്നാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വിഷയം. ലീഗിൻ്റെതടക്കം ഇതിൽ പ്രതികരണം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് രതീഷ, തീവാർന്ന പോരാട്ടങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്ത് ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളായ ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലാണ്. ബേപ്പൂരിൽ ചിഹ്നം ലഭിച്ചതോടുകൂടി PV അൻവർ പ്രചരണം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗ്യാസ് പ്രതിസന്ധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അത് പെട്ടെന്ന് വോട്ടർമാരിലേക്ക് എത്തുന്നൊരു ചിഹ്നം കൂടിയാണ്. ബേപ്പൂരിൽ അത് LDFിൻ്റെ പരമ്പരാഗതമായൊരു മണ്ഡലമാണ്. ദീർഘകാലമായി LDF തന്നെയാണ്. അവിടെ പരാജയപ്പെടുമെന്നൊരു പ്രതീക്ഷയും അത്തരമൊരു ആശങ്കയും LDF ക്യാമ്പിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഈ അൻവർ വന്ന് കളത്തിലിറങ്ങി ദിവസമായി അവിടെ പ്രചാരണം തുടരുമ്പോൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അൻവർ കളത്തിലുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ട് എന്നൊരു തോന്നൽ LDF ക്യാമ്പിലുണ്ടോ? അതോ തികഞ്ഞ ആത്മവിശ്വാസമാണോ ഇപ്പോഴും? തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. യാതൊരുവിധ ആശങ്കയും ഇല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതിന് എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും കണക്ക് കൃത്യമായി പരിശോധിച്ച് അത്രയും ആത്മവിശ്വാസത്തിൻ്റെതായ ഒരു ഘടകം അവിടെ ഉണ്ട് എന്നിടന്ന് ക്യാമ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട്. തന്നെയാണ് അവിടെ ഈ അപരന്മാർ ഒരുപാട് ഉണ്ടെന്നതാണ്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ അൻവർ എന്ന പേരിൽ 5 പേരാണ് ബേപ്പൂരിൽ ജനവിധി തേടുന്നത്. PV അൻവറിൻ്റെ പേര് വോട്ടർ ഈ മെഷീനിലേക്ക് വന്നാൽ 6ാം സ്ഥാനത്താണ് വരിക. മുൻപ് 3 അൻവർമാരുണ്ട്. PV അൻവറിന് ശേഷം ഒരു അൻവർ കൂടിയുണ്ട്. അപ്പോൾ ഈ ചിഹ്നം നോക്കി വോട്ട് ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യമാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഉള്ളത്. മുഹമ്മദ് റിയാസിന് ഒരപരനുണ്ട്, PC മുഹമ്മദ് റിയാസ് എന്ന പേരിലാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ബേപ്പൂരിൽ നിന്നുള്ളത്. മറ്റൊരു രാഷ്ട്രീയ കൗതുകമുള്ള മണ്ഡലം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നൊരു മണ്ഡലം എലത്തൂരാണ്. അവിടെ ഇത്തവണ NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്നാണ് AK ശശീന്ദ്രൻ ജനവിധി തേടുന്നത്. NCPയുടെ അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരു സ്ഥാനാർത്ഥി കൂടി അവിടെ ജനവിധി തേടാൻ എത്തിയിട്ടുണ്ട്. പേര് PK ശശീന്ദ്രൻ എന്നാണ്. ആ പേരിലൊരു ആശയക്കുഴപ്പം. ഒപ്പം തന്നെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും AK ശശീന്ദ്രൻ മത്സരിച്ച് വിജയിച്ചത് ക്ലോക്ക് ചിഹ്നത്തിലാണ്. ഈ ക്ലോക്ക് ചിഹ്നം ഇത്തവണ ലഭിക്കുന്നത് PK ശശീന്ദ്രനാണ്. അപ്പോൾ ചിഹ്നവും പേരും വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി വെക്കുമോ? അത്തരത്തിലുള്ളൊരു സംശയമൊക്കെ തന്നെയുണ്ട്. അപ്പം കൊടുവള്ളിയിൽ നമ്മൾ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം പറഞ്ഞു. അവിടെയും അപരന്മാരുണ്ട്. ഇടതു വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുണ്ട്. മലയോര മേഖലയിലേക്ക്, അതിർത്തി ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ UDF ഏറ്റവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പിടിച്ചെടുക്കുമെന്ന് നാദാപുരം, കുറ്റ്യാടി അടക്കമുള്ള ആ ഒരു ബെൽറ്റിലാണ്. പക്ഷേ തങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയില്ല. കാലങ്ങളായി നിലനിർത്തിയിരുന്ന മണ്ഡലങ്ങൾ ഇടതിനൊപ്പം തന്നെ ചേർത്ത് കൊണ്ടുപോകാൻ കഴിയും. ആ രീതിയിലുള്ള പ്രവർത്തനം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുകൂടി ഇടത് ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മേഖലയിലുടനീളം നടന്നു വരുന്നത്. ചിഹ്നവും ഒക്കെ തന്നെ ലഭിച്ച് തിരഞ്ഞെടുപ്പ് ചിത്രം അന്തിമമായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഗിയർ മാറ്റം തന്നെ ജില്ലയിൽ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിയിട്ടുണ്ട്.